ഷഹബാസിന്റെ ഉമ്മ മുഖ്യമന്ത്രി അടുത്ത് പോയിരുന്നു. ഉമ്മ ഷഹബാസ് സാധാരണ സ്ത്രീകളൊക്കെ പറയുന്നത് പുള്ളി കുറച്ച് കൂടുതൽ പരിഗണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മ എന്താ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞ നീതി കിട്ടണം. അല്ല, എങ്ങനെയുള്ളൊരു നീതിയാ ഉമ്മയുടെ മനസ്സില്? കുട്ടികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇനിയൊരു അമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. വേദന എന്ന് പറഞ്ഞ് 2 ദിവസം ഇപ്പോഴും ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. 1 മണിക്കൂറാണ് ഉറങ്ങുക. ഇവിടെ എണീറ്റും കഴിഞ്ഞ് പോയിക്കള ചെയ്യുന്നത്. മാനസികമായിട്ടുള്ള ഒരു ഇത് റെഡിയാണ്. എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. 1 വയസ്സായൊരു മകനുണ്ട്. ഇതൊക്കെ നമ്മളെ പച്ചയായ സത്യമാണ്. നമ്മൾ വീടിൻ്റെ പണി ഇങ്ങനെ ആക്കി വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പഠിക്കണം, അവന് സമൂഹത്തിൽ അറിയാം, ഏവിയേഷന് പഠിക്കണം, നിങ്ങൾ കടാക്കി വീട് ഉണ്ടാക്കണ്ട എന്നൊരു ചിന്താഗതി അവൻ്റെ ഉള്ളിലുണ്ട്. ഇന്നിപ്പോൾ ആക്കുന്ന അവൻ്റെ ഓരോരോ വരച്ച കാര്യങ്ങളും അവൻ അതാപ്പണ ഒരു ചേതക്കൊക്കെ നമ്മളെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിയുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളൊക്കെ പറയും, ഇത് നിങ്ങൾ കോടതിക്ക് നിങ്ങൾ സമർപ്പിക്കണം, ഇത് കാണട്ടെ. അതായത് ഇത്രയും ഒരു കുട്ടി സമർത്ഥനായ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ കളിയാക്കുന്നതിന്റെ ഒരു ചർച്ച താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്രശ്നമുണ്ട്. അവര് ഒരു പുണ്യകർമ്മം ചെയ്ത രീതിയിൽ ഇവിടെ അഭിവാദ്യം ചെയ്തും കഴിഞ്ഞാൽ ഒരു അങ്ങാടി കൂടി നടക്കുന്നത്. ബന്ധുക്കൾ കളിയാക്കുന്ന ചർച്ച പറഞ്ഞായിരുന്നു. നമ്മളെ കുടുംബങ്ങളൊക്കെ ഈ അങ്ങാടിയിലുണ്ട്. അവര് ഇവന് ഒരു വണ്ടിയുണ്ട്, 2-3 വണ്ടികളൊക്കെ. ഇവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉള്ള ഒരു ടീമാണ്. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം, എന്തും നേരിടാം. അവർക്ക് നമ്മളെന്താ പറയുക, ദുർബലരായ അത് അന്നന്ന് അത്യാവശ്യം രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ഉണ്ടോ അവർക്ക്? ഈ പ്രതികൾക്കുണ്ട്. ഓല് രാഷ്ട്രീയ തലത്തിൽ ആദ്യം ഒരു ബന്ധം പിടിപാടുള്ള ആളുകളാണ്. പക്ഷെ ഇത് അവർക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയും, എന്നാൽ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ പറയണം. തീർച്ചയായും ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എക്സ്പോസ് ചെയ്യണം. കാര്യം പിന്നെ നമ്മൾ ഇവര് മാന്യമാരെ കുപ്പായ അണിഞ്ഞുകൊണ്ടാണല്ലോ പിന്നെ കൂടി പണി ചെയ്യുന്നത്. അതെ, ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് പല ആളുകളും പറഞ്ഞിട്ട് അഡ്വക്കേറ്റിനെ കണ്ട സമയത്തും ഇവിടെ ഉള്ള ഒരു അഡ്വക്കേറ്റാണ് ഇപ്പൊ ഇത് വാദിക്കുന്നത്. പക്ഷെ അതിനോടൊന്നും നമ്മൾ തീരെ യോജിക്കുന്നില്ല. ഇത്ര ഈ അങ്ങാടി തന്നെയാണ് മൂപ്പർ ഓഫീസ് ഉള്ളത്. അപ്പോൾ ആ കുട്ടീൻ്റെ ബാക്ക്ഗ്രൗണ്ടും വാപ്പൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അറിയുന്ന ആളാണ് ഈ വക്കീൽ. അപ്പോൾ അതുകൊണ്ട് പല ആളുകളും മൂപ്പർ അതിന് നിൽക്കരുതായിരുന്നു, ഇതിന് സപ്പോർട്ട് ചെയ്യരുതായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് ഇതിന്. അതാണ് നമ്മൾ ഉമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഉറങ്ങിയിട്ടേ ഇല്ല. ഉമ്മയുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം ഷഹബാസിനെ ഓർമ്മിക്കുന്നു. അവനായിരുന്നു എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാം. എനിക്ക് പെൺകുട്ടികളില്ല. അപ്പൊ 2 മക്കളല്ലേ? 4 മക്കൾ. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന അവനായിട്ടാ. അവനില്ലാതായപ്പോ എൻ്റെ എല്ലാം പോയി. ഈ ഷഹബാസിന്റെ കാര്യം പറഞ്ഞ് ഉമ്മയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആരാണ് ഇപ്പം നിങ്ങൾക്ക്? കാരണം നിങ്ങൾക്ക് നീതി കിട്ടണം. അതിലാരാ ഏറ്റവും ഉമ്മയ്ക്ക് ഒരു സഹായമായി മാറിയിട്ടുള്ളത്? എല്ലാവരും അങ്ങനത്തെ. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ പൊതുപ്രവർത്തകർക്കൊന്നും പ്രത്യക്ഷമായിട്ട് ഇതിനകത്ത് ഇടപെടാനൊന്നും പറ്റില്ല. ഇടപെടുവാണെങ്കിൽ അവരുടെ ചീട്ട് കീറി പോകും. അവർ അത് നമ്മളൊന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ കൂടെ 24 ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എത്രയോ മാധ്യമങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ കരച്ചിലടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഉമ്മയുടെ വേദന മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട്, മലയാളി വീട്ടമ്മമാർക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം നാട്ടിൻപുറത്ത് ഇവിടെ എവിടെയെങ്കിലും ഉള്ള ഒരാൾ സപ്പോർട്ട് ചെയ്തു, അയാൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നീതി തേടി മുന്നോട്ട് പോവുക, കോടതിക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഉമ്മ ആരോഗ്യമൊക്കെ നോക്കണം. എന്താ കാര്യം, മറ്റു 3 കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ഒന്നും ഭക്ഷണമല്ല, വെള്ളമില്ല, ഉറക്കില്ല. പിന്നെ ഒരു മനുഷ്യൻ എന്താ? എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. വളരെയേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കാണുന്ന രീതിയല്ല കുറച്ച് കഴിയുന്ന സമയത്ത്. ഒറ്റയ്ക്ക് ഇരുന്നും കഴിഞ്ഞ് പോയി കരഞ്ഞും കഴിഞ്ഞ് ചെറുത് കൊച്ചിനെ കണ്ടില്ലേ, അവനെ വരെ നോക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. വലിയ സാമ്പത്തിക എന്താണ് ഒരു ഇത് ഉറപ്പുള്ളൊന്നുമല്ലേ അദ്ദേഹം? അതെ, പൂർത്തിയാക്കാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാന്ന് പറഞ്ഞപ്പോൾ അന്ന് ഓൾഡ് സ്റ്റുഡൻസോ ആരോ ചെയ്യാന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ, കുടുംബത്തിൻ്റെ കൂടെ. അതൊന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമ്മൾ വന്നതാ. സത്യത്തിൽ നമ്മൾ ഈ യാത്ര തുടങ്ങാൻ തീരുമാനിക്കുന്ന ആ സംഭവ പരമ്പരകളിൽ ഒന്ന് വളരെ അതെ. അതല്ല, കുട്ടികളൊക്കെ ഇത്രയും ക്രൂരന്മാരാകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളൊക്കെ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചത്. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്രത്തോളം ക്രൂവലായിട്ടുള്ള ക്രിമിനൽ മനസ്സുള്ള കുട്ടികളാണ്. ഇവരൊക്കെ തന്നെ ഈ രാസലഹരി വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല. കാര്യം വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും.